ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2 ഏതാണെന്ന് നമുക്ക് നോക്കാം. പാർട്ട് 2 വന്നിട്ട് ലൊക്കേറ്റിംഗ് പ്ലഗ് സ്മോൾ ഉണ്ട്, ലൊക്കേറ്റിംഗ് പ്ലഗ് ലാർജ് ഉണ്ട്. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. ലൊക്കേറ്റിംഗ് പ്ലഗ് സ്മോൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ സെയിം തന്നെ പാർട്ട് മോഡലിംഗ് സ്റ്റാൻഡേർഡ് മില്ലിമീറ്റർ അല്ലെങ്കിൽ mm IPT ക്രിയേറ്റ്. ദെൻ നമ്മൾ സ്റ്റാർട്ട് 2D സ്കെച്ച് ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓറിജിൻ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ റൈറ്റിലേക്ക് വരച്ചു, റൈറ്റ് ബട്ടൺ അമർത്തി ഓക്കെ അടിച്ചു. അതിനുശേഷം ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ലൈൻ ആക്കുന്നു. സെൻറ്റർ ലൈൻ ആയിക്കഴിഞ്ഞാൽ ഇത് സെൻറ്റർ ലൈനായി. നെക്സ്റ്റ് ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ പകുതി മതി നമുക്ക് വരക്കൽ. അപ്പോൾ ഞാനത് പകുതി വരയ്ക്കുകയാണ്, അപ്രോക്സിമേറ്റ് ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് ഷേപ്പ് വരച്ചു. അതിനുശേഷം ഇവിടെ വെച്ച് ലൈൻ ഡിസ്കണ്ടിന്യൂ അഗെയിൻ അത് കണ്ടിന്യൂ ചെയ്യണം ലൈൻ. ഓക്കെ, അതിനുശേഷം ഡയമെൻഷൻ കൊടുക്കാം. ഡയമെൻഷൻ വന്നിട്ട് ഇത് 18 ആണ്. അപ്പോൾ ഇത് 18 കൊടുക്കാം. ഈ ലൈനും സെൻട്രൽ ലൈനും കൂടി സെലക്ട് ചെയ്താൽ ഡയമീറ്റർ കിട്ടും. 18 അടിച്ചാൽ ഓട്ടോമാറ്റിക് അത് റീസൈസ് ആവും. ദെൻ ഇത് 10 ആണ്, 10 കൊടുത്തു. അതിൻ്റെ ഡയമീറ്റർ വന്നിട്ട് 24 ആണ്. ദെൻ പിന്നെ 10 ആണ്, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 10 കൊടുത്തു. ദെൻ ഇത് മൊത്തം 44 ആണ്, 44 കൊടുത്തു. ദെൻ ഈ ഒരു പോർഷൻ 10 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഫിനിഷ് സ്കെച്ച് റിവോൾവിലാണ് നമ്മൾ ചെയ്യുന്നത്. റിവോൾവ് ഒറ്റ സ്കെച്ചുള്ളൂ, ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ രണ്ട് എഡ്ജുകൾ 2x45 ആണ് ചാഫർ. അപ്പോൾ ഇവിടെ 2 ആണ്. 2 അല്ലെങ്കിൽ 2 അടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ എഡ്ജുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2x45. ദെൻ അപ്ലൈ ക്ലോസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കഴിഞ്ഞു. കളർ നമുക്ക് ആഡ് കളറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ പാർട്ട് 2 ആണ്. പാർട്ട് 2 സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ളൊരു കളറ് നമുക്ക് ആക്കി കൊടുക്കാം. ഓക്കെ കൊടുക്കുക. പാർട്ടിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ലൊക്കേറ്റിംഗ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് സ്റ്റീൽ സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമ്മൾ മില്ലി ഫിക്സർ പാർട്ട് 2 എന്നുള്ളത് ലൊക്കേറ്റിംഗ് പിൻ പ്ലഗ് സ്മോൾ. നേരത്തെ വരച്ച ഫിഗർ ഇതിൽ കാണുന്നില്ല, ബേസ് നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ഫിഗർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെയിം തന്നെ ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ക്ലോസ് ചെയ്യാം. അടുത്ത പാർട്ട് എടുക്കാം. അടുത്ത പാർട്ട് സെയിം തന്നെ ലൊക്കേറ്റിംഗ് പിന്ന് ലാർജാണ്, അത് പ്രത്യേക ഷേപ്പിലുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഷേപ്പ് വരക്കണം. ക്രിയേറ്റ് സ്റ്റാർട്ട് 2D സ്കെച്ച് ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. സെയിം മെത്തേഡ് തന്നെ റിവോൾവിലാണ് ചെയ്യുന്നത്. ഓറിജിനും കണക്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരക്കുന്നു. റൈറ്റ് ബട്ടൺ അമർത്തി ഓക്കെ കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ അമർത്തി സെൻറ്റർ ലൈനാക്കാം. അതിനുശേഷം ഓറിജിനിൽ കണക്ട് ഏകദേശം ഷേപ്പ് വരക്കുന്നു. നമ്മൾ ഏകദേശം ഷേപ്പായി കഴിഞ്ഞാൽ ഡയമെൻഷൻ ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ ലൈൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം അത് പിന്നീട്. ഓക്കെ, ഇത് ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 24 ആണ് ഇവിടുത്തെ ഡയമീറ്റർ. 24 കൊടുത്തു. ഓട്ടോമാറ്റിക് റീസൈസായി. മൗസ് വെച്ചിട്ട് സ്ക്രോൾ ചെയ്ത് ചെറുതാക്കാം. അതിനുശേഷം 48 ആണ് ഇവിടുത്തെ ഡയമെൻഷൻ. 48 കൊടുക്കാം. നെക്സ്റ്റ് അടുത്തത് 30 ആണ്. അപ്പോൾ 30 കൊടുക്കാം. നെക്സ്റ്റിൻ്റെ വീതി 30 ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ വീതി 12 ആണ്. ഇത് 36 ആണ്. ഫുള്ളി ഡിഫൈൻഡായി ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഇത് ഒറ്റ സ്കെച്ച് ഉള്ളതുകൊണ്ട് റിവോൾവ് അടിച്ചാൽ ഓട്ടോമാറ്റിക് റിവോൾവ് ആവും. ഓക്കെ കൊടുക്കാം. അതിനുശേഷം രണ്ട് എഡ്ജ് 2x45 ഉണ്ട്. അപ്പോൾ ചാഫർ കൊടുക്കാം. 2x45 ഓൾറെഡി 2 ആണ്, അതുകൊണ്ട് 2x45 രണ്ട് എഡ്ജ് ഓക്കെ കൊടുത്തു. അതിനുശേഷം ഒരു ഹോൾ വരുന്നുണ്ട്, ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെയാണ് ഒരു ഹോൾ വരുന്നത്.
അപ്പോൾ ആ ഹോളിനെ നമുക്ക് പ്ലെയിൻ XY പ്ലെയിൻ സെലക്ട് ചെയ്തു, ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തു, XY പ്ലെയിൻ. ദെൻ ഒരു സർക്കുലർ ഹോളാണ് വരുന്നത്. സർക്കുലർ ഹോള് ഒരു ഹോൾ വരുന്നു, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വ്യൂവിൽ പോയിട്ട് വിഷ്വൽ സ്റ്റൈൽസ് വയർ ഫ്രെയിമാക്കി കാണാൻ പറ്റും. ദെൻ സ്കെച്ചിൽ വന്നിട്ട് ഡയമെൻഷൻ ചെയ്യുന്നു. ഡയമെൻഷനിൽ നമുക്കിതിൻ്റെ ഡയമീറ്റർ 12 ആണ്, 12. അതുകൂടാതെ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടേക്ക് 18 ആണ്, 18 അടിക്കുന്നു. ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ അവിടെ ഈ ഒരു പൊസിഷനിൽ അത് കൺസ്ട്രെയിൻ ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അത് ഈ ഒരു പോയിൻ്റ് തൊട്ട് ഈ സെൻറ്ററായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയി. അതിനുശേഷം ഫിനിഷ് സ്കെച്ച് അടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രൂഡിൽ കട്ട് ത്രൂ ഹോൾ ബോത്ത് സൈഡ് മിഡ് വേണം നമുക്ക്, മിഡ് പ്ലെയിൻ. ഓക്കെ, മിഡ് പ്ലെയിനിൽ ത്രൂ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ കട്ട് കഴിഞ്ഞ് നമ്മൾ വ്യൂവിൽ പോയിട്ട് വിഷ്വൽ സ്റ്റൈൽസ് തേർഡ് ഇടുക, ഷെയ്ഡ് വിത്ത് എഡ്ജ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ലോട്ടിന് ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് സ്കെച്ച്. അതിനുശേഷം 24 ആണ് അതിൻ്റെ എഡ്ജിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഒരു സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് 24 ആണ് വരുന്നത്. അപ്പോൾ അത് 24 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 30 ആണ്, 6 mm ആണ് ഇവിടെ നിന്ന് വരിക. ഇവിടുന്ന് ഇവിടേക്ക് 15 ആണ്, 15. പിന്നെ ഇവിടുന്ന് മൊത്തം 24 ആണ്, 15, 20, 9 ആണ്. അപ്പോൾ ഇവിടേക്ക് ഓക്കെ, സെൻറ്ററിലേക്ക് 9 ആയിരിക്കും. 9 സെൻറ്ററിൽ 9 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീതി നമുക്ക് നിശ്ചയിക്കണം. വീതി നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ വീതി വന്നിട്ട് ഇതിൽ വരുന്നത് 12 ആണ്. അപ്പോൾ നമ്മൾ 12 സെലക്ട് ചെയ്തു. 12 ആണെങ്കിൽ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് 6 കൊടുക്കാം, സിമിട്രി ആകാനായിട്ട് 6 കൊടുത്തു. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള കൂട്ട് 20 കൊടുക്കാം. ഫിനിഷ് ത്രൂ ഹോൾ, കട്ട് ത്രൂ ഹോളാണ്. 3D മോഡൽ എക്സ്ട്രൂഡ് ഇത് സെലക്ട് ചെയ്തു. കട്ടാണ്, ബൂലിയൻ ഓപ്പറേഷനിൽ കട്ട് എടുത്തു, ത്രൂ ഹോൾ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. മെറ്റീരിയൽ കൊടുക്കാം, കളർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ കളർ നമുക്ക് ഒരു പാർട്ട് 3 സെലക്ട് ആയില്ല. പാർട്ട് 3 സെലക്ട് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൊരു കളർ എത്തിക്കാം, ഓക്കെ കൊടുക്കാം. അതിനുശേഷം മെറ്റീരിയൽ സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ സ്റ്റീൽ എടുത്തു, സേവ് ചെയ്യുന്നു. പേര് ലൊക്കേറ്റിംഗ് പ്ലഗ് ബിഗ് ലാർജ് അടിച്ചു, സേവ് ചെയ്തു. ഓക്കെ, ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞു, സേവ് ചെയ്തു. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത പാർട്ട് ഒരു പാർട്ട് കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തതിൽ ചെയ്യാം. അടുത്ത പാർട്ട് എന്താ വരുന്നത് നോക്കാം. നാലാമത്തെ പാർട്ട് ഇതുപോലെ തന്നെ റിവോൾവ് ആണ്, ചെറിയൊരു പിന്നാണ്. ഓക്കെ, അതിൻ്റെ പേര് ക്ലാമ്പ് റെസ്റ്റ് എന്നാണ് പേര്, ക്ലാമ്പ് റെസ്റ്റ്. നാലാമത്തെ പാർട്ട് ക്ലാമ്പ് റെസ്റ്റ് ചെയ്യുന്നതാണ്, സ്റ്റീൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ന്യൂവിൽ സ്റ്റാൻഡേർഡ് മില്ലിമീറ്റർ ക്രിയേറ്റ്, അതിനുശേഷം സ്റ്റാർട്ട് 2D സ്കെച്ച്, XY പ്ലെയിൻ, സെയിം മെത്തേഡ്. ഓറിജിൻ റൈറ്റ് ബട്ടൺ, റൈറ്റിലേക്ക് ലൈൻ, ദെൻ റൈറ്റ് ബട്ടൺ, ക്ലിക്ക് OK, സെലക്ട് ദ ലൈൻ, ദെൻ റൈറ്റ് ബട്ടൺ, സെൻറ്റർ ലൈൻ, ദെൻ അപ്രോക്സിമേറ്റ് സ്കെച്ച്. സെയിം തന്നെയാണ് വരുന്നത് സ്കെച്ച്, ഒരു റിവോൾവ് വരെ. അപ്പോൾ 3 സ്റ്റെപ്പുള്ള ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ വെച്ച് ഡിസ്കണ്ടിന്യൂ ആയി, അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ദെൻ ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ വന്നിട്ട് 24 റീസൈസായി. ദെൻ 36, ദെൻ 16, ഇത് 16 ആണ്, 16. ദെൻ അതിൻ്റെ വീതികൾ കൊടുക്കാം, 36 ആണിത്, 36. നെക്സ്റ്റ് 48 ആണത്. അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് ഇവിടെ 8 ആണ്,
8 കൊടുക്കാം, 8 ദെൻ 48 ഇത് ഫുള്ളി ഡിഫൈൻഡ് ആണ്. അപ്പോൾ ദെൻ ഫിനിഷ് സ്കെച്ച്, റിവോൾവ്, ഓക്കെ. നെക്സ്റ്റ് രണ്ട് സ്ഥലത്തും ഇതുപോലെ തന്നെ 2x45 ഉണ്ട്. അപ്പോൾ ഷാഫർ 2x45 ബോത്ത് സൈഡ്സ്, ഓക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ഈ സൈഡിൽ ഈ ഫേസിൽ ഒരു കട്ട് വരുന്നുണ്ട്. ആ കട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ 3 mm ആണ് കട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ടാജൻ്റ് ആയിട്ടാണ് വരത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ടാജൻ്റ് ആണ്. ഡയമെൻഷൻ നമുക്കപ്പോൾ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 50 കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഇവിടേക്ക് 25 ആക്കാം. അപ്പോൾ 25 ഹൈറ്റ് വന്നിട്ട് 10 കൊടുക്കുന്നു. 10 പോരാ, 12 കൊടുക്കാം. 12 കൊടുക്കുന്നു. ദെൻ ഫിനിഷ്, എക്സ്ട്രൂഡ് കട്ട്, സെലക്ട് 3 mm മതി നമുക്ക്, 3 mm, ഓക്കെ. ഇതാണ് നമ്മുടെ പാർട്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കൊടുത്ത് മെറ്റീരിയൽ കൊടുത്ത് സേവ് ചെയ്യാം. ദെൻ പാർട്ട് സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ടത് ഈ ഒരു കളർ ആയിക്കോട്ടെ, ഓക്കെ. സേവ്. മെറ്റീരിയൽ സ്റ്റീൽ തന്നെയാണ്, സ്റ്റീൽ. സേവ് കൊടുക്കാം. ക്ലാമ്പ് റെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്, ക്ലാമ്പ് റെസ്റ്റ്, ഫിനിഷ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പാർട്സ് കംപ്ലീറ്റ് ചെയ്യാം.